കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻസ് അഥവാ തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ നല്ല തകർത്ത് പഠിച്ചില്ലേ? യെസ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു പോർഷനാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ? അപ്പോൾ അതിൻ്റെ പാർട്സ് നമുക്ക് ഓർമ്മിച്ചൊക്കെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ മിസ് ഒരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും മിസ് നല്ല അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആരും എന്ത് ചെയ്യുക, എല്ലാവരും ഇത് മിസ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ ലാസ്റ്റാണ് മിസ് ട്രിക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിന് നമുക്ക് ചോദിച്ചാൽ ഇനി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ കാണുന്നത് എന്താണ് മക്കളെ? ടെസ്റ്റിസ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം. ട്രിക്ക് പറയുന്നതിന് മുന്നേ ഒന്ന് ഓർത്തെടുക്കാം അല്ലേ? ടെസ്റ്റിസ് അഥവാ വൃഷണമാണ്. ടെസ്റ്റിസ് അഥവാ നമ്മുടെ വൃഷണമാണ് അല്ലേ? വൃഷണമാണ്. ഓക്കെ. അടുത്തത് ഏതാണ്? ഇതെവിടെയാണ് കാണുന്നത്? നമ്മുടെ സ്ക്രോട്ടൽ സാക്ക് അഥവാ വൃഷണ സഞ്ചികളിലാണ് കാണുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ അവരെന്തൊക്കെയാണ് മക്കളെ ചെയ്യുന്നത്? ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുംബീജങ്ങൾ അഥവാ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്? ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും ഒരു 2 ഡിഗ്രി സെൽഷ്യസ് കുറവാണ് ഇവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നമ്മുടെ അബ്ഡോമിനിൽ നിന്ന് പുറത്ത് സ്ക്രോട്ടൽ സാക്കിലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി അതിനുശേഷം നമ്മുടെ ഈ സ്പേം ടെസ്റ്റിസിൽ ഫോം ആയി കഴിഞ്ഞാൽ അവരെ വഹിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ വാസ് ഡിഫറൻസ് അഥവാ ബീജവാഹി അല്ലേ? യെസ്. വാസ് ഡിഫറൻസ് അഥവാ നമ്മുടെ മലയാളത്തിൽ അതിനെ ബീജവാഹി എന്ന് പറയും, അഥവാ ബീജത്തെ വഹിക്കുന്ന ആൾ. ഓക്കെ. ബീജവാഹി അല്ലേ? യെസ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ടെസ്റ്റസിന് ഫോം ചെയ്യുന്ന സ്പേം അഥവാ പുംബീജത്തിന് എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളാണ് ആര്? വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇവിടെ കാണുന്ന നമ്മുടെ യൂറിനറി ബ്ലാഡറാണ്. നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. യെസ്. അപ്പോൾ ഈ കാണുന്ന ആളാണ് ആര്? നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പം മിസ് ഇവിടെ ഇംഗ്ലീഷിൽ മാത്രമാണ് എഴുതുന്നത് കേട്ടോ. യെസ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അല്ലേ? അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ സ്പേമിന് അഥവാ പുംബീജത്തിന് വേണ്ട പോഷകങ്ങളുള്ള ഒരു ദ്രവം പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? യെസ്. ഇനി അടുത്ത നോക്കി, ഇനി അടുത്തത് നമ്മുടെ ഈ വരുന്ന എല്ലാവരെയും കൂടെ നമ്മൾ എന്താ വിളിക്കുക? അതായത് സ്പേമും നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ദ്രവവും കൂടി നമ്മൾ എന്താ വിളിക്കുക? സീമൻ അഥവാ ശുക്ലം എന്ന് പറയാം അല്ലേ? സീമൻ അഥവാ ശുക്ലം എന്ന് പറയാം അല്ലേ? സീമൻ അഥവാ ശുക്ലം. അപ്പോൾ ആ ശുക്ലത്തെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ആളാണ് എന്ത്? നമ്മുടെ പീനിസ് എന്ന് പറയുന്നത് അല്ലേ? പീനിസ് എന്ന് പറയുന്നത്. പീനിസ് അഥവാ ലിംഗം എന്ന് പറയും അല്ലേ? ലിംഗം എന്ന് പറയും. പീനിസ് അഥവാ ലിംഗം. അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ? നമുക്ക് പാർട്സ് ആയിട്ട് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവിന്റെ സിസ്റ്റത്തിന്റെ പാർട്സ് ആയിട്ട് നമുക്ക് 1, 2, 3, 4 ആൾക്കാരാണുള്ളത്. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് മിസ് സെപ്പറേറ്റ് ആയിട്ട് കോഡ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മിസ് ഇതൊന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ. ഇനി ഇത് ഓർമ്മിച്ച് വെക്കാൻ മിസ് ഒരു കോഡ് പറഞ്ഞു തരട്ടെ. യെസ്. അപ്പോൾ ഇത് ആദ്യം തന്നെ മലയാളം മീഡിയംകാർക്ക് ഇംഗ്ലീഷ് കോഡും ഇംഗ്ലീഷ് മീഡിയംകാർക്ക് മലയാളം കോഡാണ്. വെറൈറ്റി ആയില്ലേ? യെസ്. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് ബി പ്രോ ഇൻ ലൈവ്, മിസ്സിനെ പോലെ. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈവിൽ പ്രോ ആയിരിക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ബി പ്രോ ഇൻ ലൈവ്. അതിൽ ബി എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ബീജവാഹി. ബി എന്ന് പറയുമ്പോൾ ബീജവാഹി. ഓക്കെ. യെസ്. അതിനുശേഷം പ്രോ എന്ന് പറയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ. ഇനി ലൈവിലെ എൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലിംഗം. ഓക്കെ. ലിംഗം അഥവാ പീനിസ്. ഓക്കെ. അപ്പൊ വി എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ നമ്മുടെ വൃഷണം. കിട്ടിയില്ലേ? 4 ഓർമ്മ കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കാര്യം നോക്കാം. വാപ്പ ടീച്ചറാണ്, ഇത്രയേ ഉള്ളൂ. വാപ്പ PT ടീച്ചറാണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, വാ എന്ന് പറയുമ്പോൾ നമ്മുടെ വാസ് ഡിഫറൻസ്, പ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതിനുശേഷം പിയും ടിയും എന്താ മക്കളെ? യെസ്, നമ്മുടെ പീനിസും ടെസ്റ്റിസും കഴിഞ്ഞു. സിമ്പിൾ ആയില്ലേ? അപ്പൊ നമ്മുടെ എക്സാമിന് എന്തായാലും ചോദ്യം വരുന്ന ഒരു പോർഷനാണ്. അപ്പൊ എൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യുക? ഈ കോഡ് വെച്ചിട്ട് ഏതൊക്കെയാണെന്ന് ഓർമ്മിക്കുക. അതേപോലെ നമ്മുടെ ഈ ഒരു ഫിഗർ
ഇത് വരച്ച് പഠിക്കുക. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളോട് റീഡ്രോ ചെയ്യാനൊക്കെ ചോദിക്കും. ഓക്കെ, എക്സാമിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എന്ത് ക്വസ്റ്റ്യൻ വേണം, ചിലപ്പോൾ ഇത് തന്നിട്ട് നിങ്ങൾക്ക് ഇത് നെയിം ചെയ്യാൻ തരും. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് തന്നിട്ട് നെയിം ചെയ്യാൻ തരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ നോക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഇത് ഞാൻ അവിടെ പോയാലും എഴുതും എന്ന് തോന്നും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അവിടെ പോയാൽ കൺഫ്യൂഷനോ, അയ്യോ ഇതിലേതായിരുന്നു എന്ന് കൺഫ്യൂഷനോ. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യുക, ഈ ഫിഗർ ഒന്ന് ഇത്രയും നല്ല ഭംഗിയായിട്ടൊന്നും എല്ലാവർക്കും ചിലപ്പോൾ വരയ്ക്കാൻ പറ്റിക്കോളുന്നില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒന്ന് വരച്ച് പഠിച്ച് നോക്കാം. അപ്പോൾ ഈസി ആയില്ലേ? അപ്പോൾ മിസ്സിൻ്റെ കോഡും കൂടെ ആലോചിച്ചാൽ പിന്നെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പഠിക്കാം അല്ലേ? യെസ്, താങ്ക് യു.